ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫെയിം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകണമെന്ന് കരുതിയതാണ്, പക്ഷേ വയ്യാത്തത് കാരണം അത് നടന്നില്ല. അങ്ങനെ വെയിലുള്ളാൻ ഇറങ്ങിയപ്പോൾ തേക്കൂട്ടിയിൽ നിന്ന് ജൂലി നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവളുടെ കുറച്ച് നേരം കളിച്ചിട്ട് അങ്ങനെ നടന്നപ്പോഴാണ് അവിടെ നിന്ന് തെറ്റികളിലൊക്കെ കേട് വന്ന് പുഴുവൊക്കെ കയറി പൂക്കൾ നിൽക്കുന്നത് കണ്ടത്. അത് കഴിഞ്ഞ് അതിനേക്ക് എടുത്ത് കളഞ്ഞിട്ട് അവിടെ നിൽക്കുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് പൂക്കൾ നോക്കിയ ശേഷം അടുക്കളയിൽ ചെന്നപ്പോൾ ബീഫൊക്കെ റെഡിയാക്കുമായിരുന്നു അമ്മ. കൂടെ പരിപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടിൻ്റെ അങ്ങനെ ചെറിയൊരു സദ്യ തന്നെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നായിരുന്നു. ഈ കിഴങ്ങില്ലാതിരിക്കുന്ന ഇലയുണ്ടല്ലോ, അതാണ് കേട്ടോ എൻ്റെ ഇല. എനിക്ക് വയ്യ, സുഖമില്ലാത്തതുകൊണ്ട് നോൺ വെജ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ബാക്കിയൊക്കെ ഉണ്ടാക്കി തന്നത്. എനിക്ക് വയ്യാതിരിക്കുമ്പോൾ നോൺ വെജ് കഴിക്കാൻ തോന്നാറില്ല, അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് കിച്ചടി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, പരിപ്പുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടി ഒരു ചെറിയൊരു സദ്യം ഉണ്ടാക്കി തന്നതും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ടാണെന്നല്ലേ, ഞാനും അമ്മയും ചേച്ചിയും കൂടെ ഒരു മൂവി കാണാൻ പോവുകയാണ്. സർവ്വമായി കാണാനാണ് കേട്ടോ പോണേ. വെഞ്ഞാറമൂട് സിന്ധു തിയേറ്ററിൽ. അങ്ങനെ ബസ്സിൽ പോകാൻ വേണ്ടിയുള്ള നടക്കാണ്. അങ്ങനെ ബസ്സിൽ കയറി. വെഞ്ഞാറമൂട് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചുറ്റിക്കറങ്ങിയൊക്കെ പോകാൻ പറ്റുള്ളൂ. നേരെ റോഡിൽ പണി നടക്കുക, അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയ കാരണം ആ വഴി ഇത്തിരി ലേറ്റാവും നമ്മളെത്തുമ്പോഴത്തേക്ക്. ഈ വയൽപ്പാടമൊക്കെ കഴിഞ്ഞ് വേണം ഇപ്പോൾ വെഞ്ഞാറമൂട് പോകാൻ. ഞങ്ങൾക്കത് ഇത്തിരി പാടാണ് കേട്ടോ. ഞങ്ങൾക്ക് നേരെ പോകണേ. ഇപ്പം ഈ ചുറ്റിക്കറങ്ങി പോകണ കുറച്ച് യാത്ര കൂടുതലാണ് ഞങ്ങൾക്ക്. അങ്ങനെ ഇപ്പോൾ അവിടെ ഒരു ആമ്പൽപ്പാടം ഉണ്ട് കേട്ടോ ആ സൈഡിൽ. പക്ഷേ അത് അവിടെ ആ സൈഡിൽ വെയിലായതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരിക്കാതെ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് എൻ്റെ വീഡിയോ നല്ലോണം എടുക്കാൻ പറ്റിയില്ല. തിരിച്ചൊന്നും ആ വഴിയല്ല കേട്ടോ. അങ്ങനെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തി സിന്ധു തിയേറ്ററിലാണ് വെഞ്ഞാറമൂട് എത്തി. അങ്ങനെ അവിടെ അന്ന് മൂവിക്ക് കയറിയിരിക്കുക. ഇപ്പോൾ അവിടെ പരസ്യം നടക്കുക, സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പം ഞാൻ ചുമ്മാ ഫോട്ടോ എടുത്ത് കളിച്ചതാണ് കേട്ടോ. അത് ആ മൂവി സ്റ്റാർട്ട് ചെയ്തു. നല്ല മൂവിയായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. അങ്ങനെ മൂവിയൊക്കെ കണ്ട് ഞങ്ങളത് തിരിച്ച് പോകാനുള്ള ബസ് വന്നിരിക്കുക. നെടുമങ്ങാട് ബസ്സായിരുന്നു. അങ്ങനെ കുറച്ച് ആളുള്ളതുകൊണ്ട് കയറി. ഇരിക്കാൻ സീറ്റ് കിട്ടിയായിരുന്നു. ഞാൻ തന്നെ ആദ്യം കയറിയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ച് നടന്ന് പോവുകയാണ്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും അച്ഛൻ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ അത് കട്ട് ചെയ്തു. വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. ഇത് അമ്മ തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ. അത് ഞാൻ അൺബോക്സ് ചെയ്യാൻ നേരത്തെ നോക്കിയതാ. വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ നോക്കുക. അതിലിതാ ഉണ്ടായിരുന്നത് ഒരു കാഷ് ചെയിനും റെഡ് റോസിൻ്റെ ഇയറിങ്ങും ഒരു ക്ലിപ്പും ആയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഒരു വയലറ്റ് ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഈ ഒരു കാഷ് ചെയിനായിരുന്നു കേട്ടോ. വൈറ്റ് പേളും ഗോൾഡ് ബീഡൊക്കെ വെച്ച് നല്ല ഭംഗിയായിരുന്നു ആ ചെയിൻ കാണാൻ തന്നെ. ധൂമികയിൽ നിന്നാണ് കേട്ടോ അമ്മ ഇത് വാങ്ങിയത്. ധൂമിക ജുവൽസിൻ്റെ ഈ ഇയറിങ്ങും അവരുടെ നിന്നാണ് കേട്ടോ വാങ്ങിയത്. നല്ലതാണ്. ഈ ഗിഫ്റ്റ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. അമ്മയുടെ നിന്ന് ഞാൻ ഗിഫ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യില്ല. എല്ലാ വർഷവും തരും, ബട്ട് ഈ വർഷം തരുമോ ഇല്ലയെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. പക്ഷെ കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയായി കേട്ടോ. അങ്ങനെ ഇത് രണ്ടുമായിരുന്നു. ഇത് ഇത്രയും. പിന്നെ 2 ചോക്ലേറ്റ് കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ വച്ചിട്ടില്ല, ഞാൻ കഴിച്ചില്ല. ബട്ട് ഞാൻ ഇതിൽ വച്ചിട്ടില്ല വീഡിയോയിൽ. ഞാൻ ഇത്രയായിരുന്നു അമ്മയുടെ ഗിഫ്റ്റ്. അടുത്തതായി ഇതാണ് എൻ്റെ ചേച്ചിയുടെ ഗിഫ്റ്റ് കേട്ടോ. ഇത് കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ്സാണ് കേട്ടോ. ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒന്ന് ഞെട്ടിയായിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു ജീൻസായിരുന്നു കേട്ടോ ഈ കിട്ടിയത്. ഒരു ഹൈ വേസ്റ്റ് ജീൻസ്. ഓണത്തിന് ചേച്ചി എനിക്കൊരു ക്രോപ്പ് ടോപ്പ് വാങ്ങി തന്നു. അതിന് ചേർച്ചയുള്ള ജീൻസാണ് കേട്ടോ അത് കഴിഞ്ഞ് ഈ ജീൻസ് എന്ന് പറയുന്നത് ഇത് ചേച്ചി മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവ എനിക്ക് DM ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞുള്ളത് എൻ്റെ ഈ പർപ്പിളിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഒരു പപ്പായയുടെ ഫേസ് വാഷ് ഉണ്ടായിരുന്നു, അതിൽ ഗുഡ് വൈബ്സിൻ്റെ. പിന്നെ ഒരു പെർഫ്യൂമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ബെല്ലാവിറ്റയുടെ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യാറില്ല സാധാരണ. ഇതൊരു ഷാമ്പു ആയിരുന്നു. സാധാരണ ഷാമ്പു ഒക്കെ ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ചാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഈ സാധനങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങാറില്ല. പിന്നെ ഒരു കണ്ടീഷണർ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ചേച്ചി ധൂമികയിൽ നിന്ന് ഓർഡർ ചെയ്ത നാഗപടത്തിൻ്റെ ചെയിനും ഇയറിങ്ങും ഒരു
ക്യൂട്ട് ബ്രേസ്ലെറ്റും ആയിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. എൻ്റെ ഇതായിരുന്നു കേട്ടോ ആ ബ്രേസ്ലെറ്റ്, പാണ്ട ചാമൊക്കെ വച്ചിട്ടുള്ള ആ സ്റ്റോണിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്രേസ്ലെറ്റ് ആയിരുന്നു. പിന്നെ അതാണ്ട് ഈ റെഡ് നാഗപടത്തിൻ്റെ ഒരു ഇയറിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ തന്നെ റെഡ് നാഗപടത്തിൻ്റെ ചെയിനും ആയിരുന്നു കേട്ടോ ചേച്ചി തന്നത്. നോക്കും അതിൽ റെഡ് കളർ ഗുങ്കുരുവൊക്കെ വെച്ച് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇത് ഇത്രയും ചേച്ചി ധൂമികയിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ഈ നാഗപടത്തിൻ്റെ ചെയിനും ഇയറിങ്ങും ഈ ബ്രേസ്ലെറ്റൊക്കെ. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ പെർഫ്യൂം ഞാൻ കാണിച്ചില്ലല്ലോ. ഇതാണ് കേട്ടോ പെർഫ്യൂം. എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് പെർഫ്യൂമിൻ്റെ സ്മെല്ല് പറ്റില്ല, അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതിന് നല്ല പ്ലസൻറ്റ് സ്മെല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ സ്മെല്ലൊന്നും ഇല്ലായിരുന്നു, ഒരു ചെറിയ സ്മെല്ലേ ഉള്ളായിരുന്നു. യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇത്രയാണ്. ഇത് പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ DM ചെയ്താൽ കേട്ടോ. ഇത് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഷീറ്റ് മാസ്കും പീരിയഡ് പാൻറ്റിയും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.